പാലപ്പാടിയിൽ വീട്ടുമുറ്റത്താണ് കടുവയെത്തിയത്. ഫോണുമായി പുറത്തിറങ്ങിയ സായൂജ് എന്ന യുവാവാണ് കടുവയ്ക്ക് മുന്നിൽപ്പെട്ടത്. നിലവിളിച്ചോടി രക്ഷപ്പെട്ടു. പിന്നീട് വീട്ടുകാർ അടക്കമെത്തി ബഹളം വെച്ചതോടെ കടുവ ഓടി മറഞ്ഞു. ഞാൻ എന്നും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. അപ്പം എന്നും ഇറങ്ങുന്ന സാധാരണ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ പൂച്ച എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ പൂച്ച ചാടി പോകുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതാണ്ട് ഇവിടായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് എത്തി എന്നെ നോക്കുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഞാൻ പടിയുടെ അവിടെ ഓടി ചെന്നിട്ട് ഒന്നുകൂടെ ആണോന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ആ കാണുന്ന റബ്ബറിൻ്റെ അവിടെ വരെ വന്നു. ഇവിടെ വന്ന് എത്തി നോക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി എത്തി നോക്കിയതായിരിക്കും. ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന പോട്ട് മനസമാധാനമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങണ്ടേ. ഞങ്ങൾ കുറച്ച് പശുവിനെ ആടിനെ ഈ കാണുന്ന റബ്ബറും കൊണ്ടൊക്കെ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്, ഞങ്ങൾ ഇത്രയും വലുതായതൊക്കെ എന്നുവെച്ചാൽ നമുക്ക് ഒരു തരത്തിലും പറ്റാത്ത സാഹചര്യമാണ്. കടുവാപ്പേടിയിൽ പകൽ പോലും പുറത്തിറങ്ങാൻ നാട്ടുകാർക്ക് ഭയമായി. ഭയങ്കര ശല്യമാണ്. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ജീവിക്കണ്ടേ? ആനയാണെങ്കിൽ അങ്ങ് വന്നിട്ട് പോകുന്ന പറയാം. കടുവ ഭയങ്കര ശല്യമല്ലേ. കഴിഞ്ഞ ദിവസമാണ് വടശ്ശേരിക്കര കുമ്പളത്താവണിൽ ജനവാസ മേഖലയിലെ പാടത്ത് മേയാൻ വിട്ട പോത്തിനെ കടുവ പിടിച്ചത്. ക്യാമറ സ്ഥാപിച്ച് കടുവയെന്നുറപ്പിച്ച് കൂടും വെച്ചു. പോത്തിന്റെ ശേഷിച്ച ഭാഗങ്ങൾ കൂട്ടിലിട്ടു. കഴിഞ്ഞ രാത്രി കൂടിന് ചുറ്റും നടന്നതല്ലാതെ കടുവ കൂട്ടിൽ കയറിയില്ല. ഇതിനിടെയാണ് ബാലപ്പാടി പ്രദേശത്തും ഈ കടുവയെത്തിയത്.